മുജാഹിദ് പ്രസ്ഥാനം ചെയ്തതായിരുന്നു. എന്താണ് അവർ ചെയ്തത്? മുസ്ലിമീങ്ങളെ പാരമ്പര്യത്തിനകറ്റുക, മുസ്ലിമീങ്ങളെ പാരമ്പര്യത്തിനകറ്റുക. ഖുർആനും ഹദീസും മാത്രം മതി. പഴയകാല മുജാഹിദിന്റെ പ്രഭാഷണങ്ങൾ ഓഡിയോ കാസറ്റ് കേൾക്കുമ്പോൾ സക്കരിയ സലാഹിയെ പോലുള്ള ആളുകൾ പ്രസംഗിച്ച് കേൾക്കാൻ കഴിയും. അഫലാ തഅഖിലൂൻ അഫലാ തുബ്സിറൂൻ. അല്ലാഹു പറഞ്ഞു, നമുക്ക് ബുദ്ധിയില്ലേ, ചിന്തയില്ലേ, പിന്നെ എന്തിനാണ് പാരമ്പര്യം? നമുക്ക് ഖുർആനില്ലേ, ഹദീസില്ലേ, നമുക്ക് സ്വന്തമായി നോക്കിക്കൂടെ? നമ്മൾ പറഞ്ഞത് പറ്റില്ല. ഖുർആനും ഹദീസ് സ്വന്തമായി വ്യാഖ്യാനിക്കാൻ പാടില്ല. ഖുർആനും ഹദീസ് സ്വന്തമായി വ്യാഖ്യാനിക്കാൻ പാടില്ല. സഹാബത്ത് എന്ത് പറഞ്ഞോ, താബിഈങ്ങൾ എന്ത് പറഞ്ഞോ, അങ്ങനെ ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത്. കാരണം എന്തേ? ഖുർആനും ഹദീസും സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഓരോരുത്തരും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് ഹദീസും ആയത്തും ദുർവ്യാഖ്യാനം ചെയ്യും. നമുക്കറിയാം, ശ്രീമാൻ ചേകനൂര് കേരളക്കരയിലേക്ക് കടന്നു വന്നപ്പോ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ ആദർശം സമർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആനിൽ ഒട്ടേറെ ആയത്തും ദുർവ്യാഖ്യാനം ചെയ്തു. മാത്രമല്ല, ഹദീസുകളൊക്കെ അദ്ദേഹം ലൈഫാക്കി കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ലോകത്തെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് എതിരായിട്ടാണ് അബൂ ഹുറൈറ ഹദീസുകൾ. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്? അബൂ ഹുറൈറയെ കുറിച്ച് പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജൂതനാണ്. അദ്ദേഹം കൊടുക്കുന്ന ആദ്യത്തെ വാദമായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ബുഖാരിൽ ഒട്ടേറെ ഹദീസുകൾ ലൈഫാണ്. ഇപ്പതാ മുജാഹിദ് പ്രസ്ഥാനം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രമുഖനായ പണ്ഡിതൻ സാക്ഷാൽ അബ്ദുസ്സലാം സല്ലമി പറയുന്നു, ബുഖാരിൽ 60 ദുർബൽ ഹദീസുകളുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു വഅമ്മ നവാല. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി എന്ന് ലോകം അംഗീകരിക്കുന്ന സഹീഹുൽ ബുഖാരിയെ കുറിച്ച് പറയുന്നു, ആ ബുഖാരിൽ 60 ദുർബൽ ഹദീസുകളുണ്ട്. ബുഖാരിയിലെ ലോകം അംഗീകരിക്കുന്ന ഗ്രന്ഥം. ഇത് മുജാഹിദിലെ ഒരു വിഭാഗം പറഞ്ഞപ്പോ മറ്റൊരു വിഭാഗം ചോദിച്ചു, നിങ്ങൾ എന്തിനത് ലൈഫാക്കിയത്? അവ മറുവിഭാഗത്തിന്റെ മറുപടി, ഞങ്ങൾ ലൈഫാക്കിയെന്നല്ല ശരി, പക്ഷെ ലൈഫാക്കിയത് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് വല്ല കോട്ടവും സംഭവിച്ചിട്ടുണ്ടോ? അവ ലൈഫാക്കുന്ന എവിടേക്ക് നോക്കിയിട്ടാ? മുജാഹിദിന് കോട്ടുണ്ടോ നേട്ടുണ്ടോ നോക്കിയിട്ട്. മുജാഹിദിന് കോട്ടല്ലേ, കുറെ ലൈഫാക്കും. നേട്ടുണ്ടോ? ഞങ്ങൾ ഒരുപാട് ലൈഫാക്കും. എവിടേക്കെത്തിയവർ? അവർ ലൈഫാക്കിയത് 60 ഹദീസുകൾ ലൈഫാക്കിയിട്ട് അതിനെ ന്യായീകരിക്കുന്ന പ്രസംഗങ്ങൾക്ക് നിങ്ങൾ അബ്ദുസ്സലാം സുലൈമാനെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ക്ലിപ്പിംഗ് അതാ. സലാം സുലൈമാനെ ചോദിക്കുക, ഞാൻ 60 ഹദീസ് നിഷേധിച്ചെന്നാണ് പറഞ്ഞത്. അങ്ങനെ നിഷേധിച്ചിട്ട് എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നഷ്ടം വന്നത്? ഏത് വിശ്വാസ കുറഞ്ഞു പോയത്? ഏത് ആചാര കുറഞ്ഞു പോയത്? അതിനുള്ള ഉത്തരവുണ്ടോ? ആ ക്ലിപ്പിംഗ് ഇട്ടുകൊണ്ട് മാത്രമല്ല, ആ ചോദ്യത്തിന് ഉത്തരം പറയണം. ചേകനൂർ മൗലവി ഹദീസ് നിഷേധിച്ചതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുസ്ലിങ്ങളുടെ ഇന്ന വിശ്വാസങ്ങൾ, ഇന്ന ആചാരങ്ങൾ, ഇന്ന അനുഷ്ഠാനങ്ങൾക്ക് കുറവ് സംഭവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ എണ്ണി നിരത്തിത്തരാം. എന്നാൽ അബ്ദുസ്സലാം സുലമി ചേകനൂർ മൗലവിയെ പോലെ ഹദീസ് നിഷേധിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്ന നിങ്ങൾ, അബ്ദുസ്സലാം സുലമി ഇന്ന ഹദീസുകൾ നിഷേധിച്ചതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം പുലർത്തിപ്പോന്ന ഇന്ന ആദർശത്തിന് കുറവ് വന്നിരിക്കുന്നു, ഇന്ന ആചാരത്തിന് കുറവ് വന്നിരിക്കുന്നു, ഇന്ന അനുഷ്ഠാനത്തിന് കുറവ് വന്നിരിക്കുന്നു, ഇന്ന വിശ്വാസത്തിന് കുറവ് വന്നിരിക്കുന്നു എന്ന് സമർത്ഥിക്കാൻ ധൈര്യമുള്ള, തന്റെ ഇടമുള്ള ഏതെങ്കിലും ആളുകൾ ബനാറസിന്റെ മുറ്റത്തുകൂടെ നടന്നിട്ട് സലഫീന്ന് പേരിട്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മോടല്ലോ കേട്ടോ. അത് മുജാഹിദിലെ ഒരു വിഭാഗം മറുവിഭാഗത്തോട് ചോദിക്കുക, സലഫി എന്ന് പേരിട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സലഫികൾക്ക് കഴിയില്ല, നമുക്ക് കഴിയും പറയാൻ. എണ്ണി പറയാൻ കഴിയും. നോക്കൂ നിങ്ങൾ, എന്റെ കയ്യിൽ കാണുന്നത് പഴയകാല മുജാഹിദിന്റെ പാഠപുസ്തകമാണ്. അമലിയാത്ത് എന്ന് പറയുന്ന പാഠപുസ്തകമാണ് എന്റെ കയ്യിൽ കാണുന്നത്. അക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനം എന്താണ് പറഞ്ഞിരുന്നത് അത് ഓരോന്നോരോന്ന് മാറ്റിയിരിക്കുന്നു പുതിയ പുസ്തകത്തിൽ. ഞാൻ ഉദാഹരണം വായിക്കാം. 1 സുബഹിയിലെ കുനൂത്ത്. സുബഹിസ്കാരത്തിൽ കുനൂത്ത് സുന്നത്താണ്. ഹദീസുകൾ രേഖപ്പെടുത്തുന്നു. എന്തിനേറെ മുജാഹിദ് പുസ്തകത്തിലും പറയുന്നു കുനൂത്ത് സുന്നത്താണ്. ധാരേജ് പുസ്തകമാ. ഇ കെ മൗലവിയും